1986 ലോകകപ്പ് ക്വാർട്ടർ ഫൈനൽ. മൈതാനത്തിന്റെ ഇടതുവശത്ത് നിന്ന് ബോക്സിലേക്ക് പന്തുമായി മുന്നേറുന്ന ഡീഗോ മറഡോണക്ക് തിരിച്ചു കിട്ടുന്ന പന്ത് അല്പം ഉയർന്നിട്ടാണ്. തന്നേക്കാൾ പൊക്കമുള്ള ഷീൽഡനെ ഹെഡ് ചെയ്ത് മറികടക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായ മറഡോണ ഒരൊറ്റ കൈ പ്രയോഗം നടത്തി. ഇടത് കൈകൊണ്ട് പന്ത് തട്ടി വലയിലാക്കി. ഇംഗ്ലീഷ് താരങ്ങളുടെ അപ്പീൽ റഫറി അനുവദിച്ചില്ല. ചെകുത്താൻ ദൈവത്തിന്റെ കുപ്പായത്തിലെത്തിയെന്ന് ഇതിനെ ഫുട്ബോൾ ലോകം വിമർശിച്ചു. വർഷങ്ങൾക്ക് ശേഷം ദൈവത്തിന്റെ കൈകൾ എന്നാണ് മറഡോണ ഈ ഗോളിനെ വിശേഷിപ്പിച്ചത്. എന്നാൽ അതേ മത്സരത്തിൽ ദൈവത്തിന്റെ കാൽ സ്പർശവും ഉണ്ടായി. 4 മിനിറ്റിനുള്ളിൽ എല്ലാ പാപക്കറയും മറഡോണ കഴുകിക്കളഞ്ഞു. അർജന്റീനയുടെ പകുതിയിൽ നിന്ന് ലഭിച്ച പാസുമായി 60 വാരയോളം ഒറ്റയ്ക്ക് മുന്നേറി 6 ഇംഗ്ലീഷ് താരങ്ങളെ വെട്ടിച്ച് 10 സെക്കൻഡിൽ ഡീഗോ മറഡോണയുടെ അടുത്ത ഗോൾ പിറന്നു. ഒരു നിമിഷം സ്തംഭിച്ചു പോയ ലോകം പിന്നീട് ഈ ഗോളിനെ നൂറ്റാണ്ടിന്റെ ഗോൾ എന്നാണ് വിശേഷിപ്പിച്ചത്. വിവാദ ഗോളിൽ അല്പനേരം മുമ്പ് വരെ അയാളുടെ രക്തത്തിനായി അലറി വിളിച്ച ആ ഗാലറി നിമിഷങ്ങൾക്കകം പിറന്ന നൂറ്റാണ്ടിന്റെ ഗോളിൽ അയാളെ ദൈവപുത്രനാക്കി. ചെകുത്താനിൽ നിന്ന് ദൈവപുത്രനിലേക്കും ശേഷം ദൈവത്തിലേക്കും തിരിച്ചുമെല്ലാം ഞൊടിയിടയിൽ മാറാൻ കഴിയുന്ന ആ മാന്ത്രികത അയാൾ ജീവിതത്തിൽ എന്നും പുലർത്തിയിരുന്നു. അയാളെ സ്നേഹിക്കുന്നവർക്ക് മാത്രം അയാൾ ദൈവവും ദൈവപുത്രനുമാകുന്നു. അയാളെ ഇഷ്ടപ്പെടാത്തവർക്ക് അയാൾ ലൂസിഫറും യൂദാസുമാകുന്നു. എന്നാൽ സ്നേഹിക്കുന്നതിനപ്പുറം അയാളെ ഉള്ളറിഞ്ഞവർക്ക് അയാൾ ഒരു അടിമുടി മനുഷ്യൻ മാത്രമായിരുന്നു. ഏത് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളർക്കും പറയാനുണ്ടാകുന്ന ജീവചരിത്രം മാത്രമാണ് മറഡോണക്കും അയാളുടെ കൗമാരം വരെ പറയാനുള്ളത്. അതെ, കൗമാരം വരെ മാത്രം. ബിയോണ്ട് ദാറ്റ് അയാൾ അത് തിരുത്തി കുറിക്കുന്നുണ്ട്. 1960 ഒക്ടോബർ 30-നാണ് മറഡോണ ജനിക്കുന്നത്. ദാരിദ്ര്യത്തോട് പടപൊരുതിയും നഗ്നപാതനായി പന്തു തട്ടിയും കുട്ടിക്കാലം കഴിച്ചുകൂട്ടി. 3-ാം പിറന്നാളിന് കസിൻ സമ്മാനമായി നൽകിയ പന്തിൽ നിന്ന് മറഡോണയുടെ കാൽപന്ത് ജീവിതത്തിന് തുടക്കമായി. വിശന്നു പൊരിയുന്ന ദിവസങ്ങളിൽ ഒരു പന്തിനെ മാത്രം കെട്ടിപ്പിടിച്ച് മറഡോണ എല്ലാം മറക്കാൻ ശ്രമിച്ചു. 8-ാം വയസ്സിൽ പ്രാദേശിക ക്ലബായ ലിറ്റിൽ ഒനിയനിൽ തുടങ്ങി 16-ാം വയസ്സിൽ അർജന്റീനയുടെ ദേശീയ ടീമിൽ അരങ്ങേറ്റം കുറിച്ച് ഒടുവിൽ അർജന്റീനക്കായി ലോക കിരീടവും പല ക്ലബ്ബുകൾക്കായി പല ട്രോഫികളും നേടിക്കൊടുത്ത് ഒടുവിൽ മറ്റ് ലാറ്റിൻ അമേരിക്കൻ ഇതിഹാസങ്ങളെ പോലെ ലഹരിയും കുത്തഴിഞ്ഞ ജീവിതവുമായി കരിയർ അവസാനിച്ച് അസ്വസ്ഥനായി ജീവിതം തീർത്തു മടങ്ങിയ ഒരാളായി മാത്രം വായിക്കേണ്ടവനല്ല മറഡോണ. പ്രശസ്തിയുടെ ആകാശത്തിൽ നിൽക്കുമ്പോഴാണ് ഇറ്റലിയുടെ നേപ്പിൾസിന്റെ ചേരിക്കുടിലേക്ക് അയാൾ ഇറങ്ങി വന്നത്. ഇറ്റലിയുടെ പണഗോപുരങ്ങളായ യുവന്റസും മിലാനുകളും വൻ തുക നൽകാമെന്ന് പറഞ്ഞിട്ടും നാപ്പോളിയിലെ ചേരിയിലെ മനുഷ്യരെയാണ് അയാൾ ചേർത്തു നിർത്തിയത്. ഇറ്റലി എന്ന രാജ്യത്ത് ജീവിക്കുമ്പോഴും നേപ്പിൾസുകാർ ഇപ്പോഴും തങ്ങളുടെ രാഷ്ട്രപിതാവായി കാണുന്നത് മറഡോണയെയാണ്. ആ തെരുവിൽ ഇന്നും ഡീഗോ നിറഞ്ഞു നിൽക്കുന്നു. 1987 വത്തിക്കാൻ സന്ദർശനത്തിനിടയിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുമായുള്ള സംസാരത്തിനിടയിൽ കുട്ടികളുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെ കുറിച്ച് സംസാരിച്ച് നിർത്തിയ മാർപ്പാപ്പയോട് മറഡോണ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്: ശരിക്കും നിങ്ങൾ കുട്ടികളുടെ മെച്ചപ്പെട്ട ജീവിതം ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ സ്വർണം പതിപ്പിച്ച മേൽക്കൂരകളാൽ സമ്പന്നമായ ഈ വസതി എനിക്ക് കാണേണ്ടി വരുമോ? ഇതെല്ലാം ഊരിവിറ്റ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്താമായിരുന്നല്ലോ നിങ്ങൾക്ക്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യർ അനുഷ്ഠിക്കുന്ന മതത്തിന്റെ അഖില പ്രവാചകനോട് ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കാൻ ചെഗുവേരയുടെയും കാസ്ട്രോയുടെയും ചിത്രം പച്ചകുത്തിയ ആ മനുഷ്യനെ കഴിയുമായിരുന്നുള്ളൂ. ജോർജ് ബുഷിന് നേരെ കൈ ചൂണ്ടിയ ബറാക് ഒബാമയെ ആലിംഗനം ചെയ്ത, ഫലസ്തീന് എക്കാലവും ഐക്യദാർഢ്യപ്പെട്ട, സാമ്രാജ്യത്വത്തോട് ഒരു നിലക്കും സന്ധിക്ക് തയ്യാറാവാത്ത വിപ്ലവകാരി, ലോകവേദിയിൽ നിന്ന് ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിനെ കെട്ടിപ്പിടിച്ച് ഹൃദയം കൊണ്ട് ഞാനൊരു പലസ്തീനിയനാണെന്ന് പറഞ്ഞ ഒരാൾ, ഇസ്രായേലിന് പിന്തുണയർപ്പിച്ച് അർജന്റീനൻ രാജ്യം ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ വോട്ട് കുത്തിയപ്പോൾ മറഡോണയുണ്ടായിരുന്നെങ്കിൽ എന്ന് ലോകത്തെ എത്ര സമാധാന പ്രേമികൾ ആഗ്രഹിച്ചിട്ടുണ്ടാകും. ഏറ്റവും ഒടുവിൽ അയാളായിരുന്നോ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോളർ എന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് ശേഷവും മുമ്പും എത്ര മികച്ച ഫുട്ബോൾ ദൈവങ്ങൾ ഉണ്ടായാലും ഫുട്ബോൾ ഏറ്റവും മനോഹരമായി കളിച്ച മനുഷ്യൻ ഡീഗോ മാത്രമാണെന്ന് ഞാൻ പറയും.